ഹായ് ഹലോ ലീവ് ബൈ IAS ഫാക്ടറിലേക്ക് എല്ലാവർക്കും സ്വാഗതം. സോ ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വിത്ത് റെഫറൻസ് ടു ലാർജ് ലാംഗ്വേജ് മോഡൽസ് കൺസിഡർ ദി ഫോളോയിങ് സ്റ്റേറ്റ്മെന്റ്സ്. സോ ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഏരിയയിൽ നിന്നാണ് ഇന്നത്തെ ഫസ്റ്റ് ക്വസ്റ്റ്യൻ വന്നിരിക്കുന്നത്. സയൻസ് ആൻഡ് ടെക്നോളജി പരമായിട്ട് ചോദിക്കാൻ സാധ്യതയുള്ള ഒരു ഏരിയ ആണ്. കാരണം റിപ്പീറ്റഡ്ലി ഈ വാക്ക് ന്യൂസ് പേപ്പേഴ്സിൽ അപ്പിയർ ചെയ്യാറുണ്ട്. ഓക്കെ, നോക്കൂ. They are a form of artificial intelligence trained on massive, diverse data sets of text and code from the internet. നിങ്ങൾ നോക്കൂ, അതിനകത്ത് നമുക്ക് ഡൗട്ട്ഫുൾ ആവേണ്ട കീവേഡ്സ് എവിടെയൊക്കെ ഉണ്ട് എന്നാണ് ശ്രദ്ധിക്കേണ്ടത്. ഞാൻ പറയുന്നത് ഇതിനെക്കുറിച്ച് ഒരു ഐഡിയയുമില്ലാത്ത ആൾ എലിമിനേറ്റ് ചെയ്യുമ്പോൾ എങ്ങനെ ചെയ്യണം, അപ്പം എവിടെയൊക്കെ എന്ത് വരാം, തെറ്റ് സംഭവിക്കാം, അത് നമ്മൾ അറിഞ്ഞിരിക്കണം. അപ്പോൾ ആദ്യം പറഞ്ഞത് ദേ ആർ എ ഫോം ഓഫ് ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസ്. തീർച്ചയായിട്ടും നമ്മൾ ആർട്ടിഫിഷ്യൽ ഇൻ്റലിജൻസുമായിട്ട് ബന്ധപ്പെട്ടിട്ടാണ് ഈ LLM എന്നുള്ള വാക്ക് നമ്മൾ കേട്ടിട്ടുള്ളത്. അപ്പോൾ അതുകൊണ്ട് അവിടെ വരെ കറക്റ്റ്. ട്രെയിൻഡ് ഓൺ മാസീവ് ഡൈവേഴ്സ് ഡാറ്റ സെറ്റ്സ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് കോഡ് ഫ്രം ദി ഇന്റർനെറ്റ്. ഇന്റർനെറ്റിൽ നിന്നും കിട്ടുന്ന ഡൈവേഴ്സ് ആയിട്ടുള്ള ടെക്സ്റ്റ്, കോഡ് തുടങ്ങിയവയിലാണ് ഇതിനെ ട്രെയിൻ ചെയ്യിപ്പിച്ചിരിക്കുന്നത് എന്ന് പറയുമ്പോൾ അവിടെ ഒരു നോർമൽ ആസ്പിരന്റിനെ സംബന്ധിച്ചിടത്തോളം എന്താണ്, തെറ്റ് കണ്ടുപിടിക്കാനായിട്ടുള്ള വാക്കുകൾ അവിടെ ഇല്ല, അല്ലെങ്കിൽ ഏരിയാസ് ഇല്ല. സോ നമുക്കിതിനെ ശരിയായിട്ട് കൺസിഡർ ചെയ്താലോ? അടുത്ത നോക്കാം. സെക്കൻഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. ദി ഫിനോമിനൻ ഓഫ് ഹാലൂസിനേഷൻ where LLMs generate plausible but factually incorrect information is considered a significant challenge in their deployment. So hallucination എന്ന് പറയുന്ന ഫിനോമിനൻ എന്താണ്, LLMനെ ഡിപ്ലോയ് ചെയ്യുന്നതിൽ ഒരു ചലഞ്ച് ആണ് എന്ന് പറയുന്നു. അപ്പം അങ്ങനെയാണ് അതിനെ നമ്മൾ കൺസിഡർ ചെയ്യുന്നത്. അതായത് ഹാലൂസിനേഷൻ ലാർജ് ലാംഗ്വേജ് മോഡലിനെ വലിയ രീതിയിൽ ഡിപ്ലോയ് ചെയ്യാൻ, അതായത് യൂസ് ചെയ്യാനായിട്ട് തടസ്സമായി വരുന്നു. ഇനി ആ ഹാലൂസിനേഷൻ്റെ എക്സ്പ്ലനേഷൻ വരെ തന്നിട്ടുണ്ട്. എന്താ, LLM ഫാക്ട്സ് ജനറേറ്റ് ചെയ്യും, പക്ഷെ അത് ഫാക്ച്വലി ഇൻകറക്റ്റ് ആവും പലപ്പോഴും, അല്ലേ? നിങ്ങൾ ജനറേറ്റീവ് AIs ഒക്കെ യൂസ് ചെയ്യുന്ന ആളുകളാണ്. പലപ്പോഴും അങ്ങനെ നമുക്ക് സംഭവിച്ചിട്ടില്ലേ? നമ്മൾ AIയോട് ഒരു കാര്യം ചോദിക്കും, അവൻ കുറേ ഡേറ്റ തരും, നമുക്ക് ഇൻഫർമേഷൻ നമ്മുടെ ഫ്രണ്ടിലേക്ക് എടുത്തു വെക്കും, പക്ഷെ അവിടെ ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ട് പലപ്പോഴും നമ്മൾക്ക് കിട്ടിയിട്ടുണ്ട്, അല്ലേ? ഞാൻ പറയുന്ന ഒബ്സർവേഷനിൽ നിന്നാണ്. സോ ദാറ്റ് ക്യാൻ ഓൾസോ ബി ട്രൂ. ഇനി മൂന്നാമത്തെ നോക്കൂ. ദേ ആർ പ്രൈമർലി ട്രെയിൻഡ് ഓൺ ഹൈലി സ്ട്രക്ചേർഡ് ഡാറ്റ സെറ്റ്സ് such as spreadsheets and curated databases to ensure accuracy and reduce bias. See, അവിടെ കണ്ടോ, അവിടെ ഈ ഹൈലി സ്ട്രക്ചേർഡ് ഡാറ്റ സെറ്റ് എന്ന് പറയുന്നത് തെറ്റാനുള്ള ഒരു കീവേഡ് ആണ്. കാരണം എന്താ, നിങ്ങൾ മുകളിലത്തെ രണ്ട് സ്റ്റേറ്റ്മെന്റ്സ് നോക്കൂ. അവിടെ മുകളിലത്തെ സ്റ്റേറ്റ്മെന്റിനകത്ത് ബട്ട് ഫാക്ച്വലി ഇൻകറക്റ്റ് എന്നുള്ള ഒരു കീവേഡ് ഉണ്ടായിരുന്നു. ഇവിടെയാണ് ശരിയോ തെറ്റോ തീരുമാനിക്കപ്പെടുന്നത്. മനസ്സിലായില്ലേ? ശരിയോ തെറ്റോ തീരുമാനിക്കപ്പെടുന്ന കീവേഡ് അതായിരുന്നു, ഫാക്ച്വലി ഇൻകറക്റ്റ്. നമ്മുടെ ഒബ്സർവേഷൻ വെച്ചിട്ട് നമുക്ക് ഫാക്ച്വലി ഇൻകറക്റ്റ് ആയിട്ട് കിട്ടുന്ന സന്ദർഭങ്ങൾ ഉണ്ടായിട്ടുണ്ട്. സോ അതിനെ നമ്മൾ ഹാലൂസിനേഷൻ ആയിരിക്കാം എന്ന് കൺസിഡർ ചെയ്തുകൊണ്ട് അതിനെ ട്രൂ ആയിട്ട് എടുത്തു. ഈ സ്റ്റേറ്റ്മെന്റിൽ, തേർഡ് സ്റ്റേറ്റ്മെന്റിൽ അതുപോലെ ഹൈലി സ്ട്രക്ചേർഡ് ഡാറ്റ സെറ്റ് എന്നുള്ളതാണ് അവിടുത്തെ കീവേഡ്. കാരണം നമ്മളോട് പറയുന്നത് എന്താ, ദേ ആർ പ്രൈമർലി ട്രെയിൻഡ് ഓൺ ഹൈലി സ്ട്രക്ചേർഡ് ഡാറ്റ സെറ്റ്. അത്രേ ഉള്ളൂ, അവിടെയാണ് കാര്യം ഇരിക്കുന്നത്. ഹൈലി സ്ട്രക്ചേർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റ സെറ്റ് യൂസ് ചെയ്തിട്ടാണ് എന്ത്, LLMസിനെ ട്രെയിൻ ചെയ്യുന്നത് എന്ന് പറയുന്നു. നിങ്ങൾ ഇനി ഒന്നാമത്തെ സ്റ്റേറ്റ്മെന്റിലേക്ക് ഒന്ന് തിരിഞ്ഞു നോക്കൂ. സി, അവിടെ എന്താ പറഞ്ഞത്, മാസീവ് ഡൈവേഴ്സ് ഡേറ്റ സെറ്റുകൾ എന്നാ പറഞ്ഞത്, അല്ലേ? മൂന്നിൽ നിന്നും ഒന്നിലേക്കൊന്ന് തിരിഞ്ഞു നോക്കുമ്പോൾ അവിടെ പറഞ്ഞിരിക്കുന്നത് മാസീവ് ഡൈവേഴ്സ് ഡേറ്റ സെറ്റ്സ് ഓഫ് ടെക്സ്റ്റ് ആൻഡ് കോഡ് എന്ന് പറയുന്നുണ്ട്. സി, 1 ശരിയായിട്ട് എടുത്താൽ 3 തെറ്റാം, ഇനി 3 ശരിയായിട്ട് എടുത്താൽ 1 തെറ്റാം. ഓക്കെ, അത് ലോജിക്കാണ്. കാരണം 1 ആണ് നമുക്ക്, എന്നെ സംബന്ധിച്ചിടത്തോളം 1 ആണ് കൂടുതൽ ലോജിക്കായിട്ട് എനിക്ക് ഫീൽ ചെയ്യുന്നത്. കാരണം ഈ ലാർജ് ലാംഗ്വേജ് മോഡൽസ്, അതായത് AIയുടെ പല ഫോമുകളും എന്താണ്, റാൻഡമായിട്ട് അല്ലെങ്കിൽ ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള ആ വലിയ ഡേറ്റ സെറ്റുകൾ, അത് എന്തെന്നല്ല, എന്ത് ഡേറ്റ സെറ്റുകളെയും യൂസ് ചെയ്തിട്ടാണ് ഇതിനെ ട്രെയിൻ ചെയ്യുന്നത് എന്നുള്ളത് എൻ്റെ ഒരു കോമൺ മാൻസ് നോളജ് ആണ്. അതുകൊണ്ട് തന്നെ ഞാൻ 1നെ ശരിയായിട്ടെടുക്കും, 2നെ ശരിയായിട്ടെടുക്കും, 3യെ ഞാൻ തൽക്കാലം തെറ്റായിട്ട് കൺസിഡർ ചെയ്യുന്നു. സോ ദാറ്റ് മീൻസ് 1 and 2 ആണ് എൻ്റെ റൈറ്റ് ആൻസർ. ഇവിടെ എന്താണ്, ഇവിടെ ഒബ്സർവേഷൻ, ലോജിക് ആൻഡ് ഗട്ട് ഫീലിംഗ് മൂന്നും കൂടെ ചേർന്നിട്ട് വേണം വരാൻ. നോക്കൂ, LLMs ആർ പ്രൈമർലി ട്രെയിൻഡ് ഓൺ അൺസ്ട്രക്ചേർഡ് ഡാറ്റ. അതാണല്ലോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിൽ കിടക്കുന്നത്. അതായത് ഇന്റർനെറ്റിൽ അവൈലബിൾ ആയിട്ടുള്ള റോ ഡേറ്റ,
റാൻഡം റോ ഡൈവേഴ്സ് ഡേറ്റയാണ് എന്ത് LLMസിനെ ട്രെയിൻ ചെയ്യാനായിട്ട് ഉപയോഗിക്കുന്നത്. അല്ലാതെ നമ്മൾ കൊടുക്കുന്ന സെറ്റ് ഓഫ് സ്റ്റാൻഡേർഡ് ആയിട്ടുള്ള ഡേറ്റാബേസ് യൂസ് ചെയ്തിട്ടല്ല ഇതിനെ ട്രെയിൻ ചെയ്യുന്നത്. അത് നിങ്ങളുടെ മനസ്സിലുണ്ടാവണം. ക്ലിയർ ആയല്ലോ? സോ 1 and 2 ആർ ദി റൈറ്റ് ആൻസേഴ്സ്. Next one, with reference to World Health Organization's Good Manufacturing Practices (GMP), consider the following statements. GMPയെ സംബന്ധിച്ചിടത്തോളം ഇവയിൽ ഏതൊക്കെയാണ് ശരിയായ സ്റ്റേറ്റ്മെന്റ്സ് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. ഫസ്റ്റ് വൺ നോക്കൂ. The primary objective of WHO GMP is to ensure that medicinal products are consistently produced and controlled to quality standards appropriated for their intended use. ഇവിടെ കണ്ടോ, ഇവിടെ ശരിയോ തെറ്റോ തീരുമാനിക്കപ്പെടുന്നത് എവിടെയാണ്? ഈ മെഡിസിനൽ പ്രൊഡക്റ്റ് എന്നുള്ളിടത്താണ്. കാരണം ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് എന്നുള്ള വാക്ക് കൂടെ നമുക്കറിയാം. മാനുഫാക്ചറിങ്ങിൽ നല്ല രീതികൾ കൊണ്ടുവരിക എന്നുള്ളതാണ്. സോ ഫസ്റ്റ് സ്റ്റേറ്റ്മെന്റിന്റെ സെക്കൻഡ് പാർട്ട്, അതായത് ഇവിടെ മുതൽ അങ്ങോട്ടുള്ള പാർട്ട് എന്തായാലും ട്രൂ ആയിരിക്കണം. അവിടെ ഈ മെഡിക്കൽ പ്രൊഡക്ട്സ് ആണോ WHO GMPയിൽ പറയുന്നത് എന്നാണ് നമ്മൾ കണ്ടുപിടിക്കേണ്ടത്. സ്വാഭാവികമായിട്ടും വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആണ് അല്ലേ? അപ്പോൾ ഒന്നുകിൽ മെഡിസിൻ ആവാം, അല്ലെങ്കിൽ ഫുഡ് ആവാം, അങ്ങനത്തെ കാര്യങ്ങളായിരിക്കണം കൂടുതലായിട്ടും വരേണ്ടത്. സോ ആസ് ഓഫ് നൗ മെഡിസിനൽ പ്രൊഡക്ട്സ് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ആയതുകൊണ്ട് തന്നെ ഈ മെഡിസിനൽ പ്രൊഡക്ട്സിനെ ഞാൻ ട്രൂ ആയിട്ടൊന്ന് കൺസിഡർ ചെയ്യുകയാണ്. മനസ്സിലായില്ലേ? നമുക്ക് ഫൈനൽ ഡിസിഷനിലേക്ക് വരുന്നതിന് മുമ്പ് നമുക്കൊന്നുകൂടെ നോക്കാം. Second statement നോക്കൂ. Compliance with WHO GMP is a mandatory legal requirement for the marketing of all food and cosmetic products across all WHO member states. അതായത് ഈ WHO GMP WHO മെമ്പേഴ്സ് ആയിട്ടുള്ള എല്ലാ രാജ്യങ്ങളും മാൻഡേറ്ററി ആയിട്ട് ഫുഡ് കോസ്മെറ്റിക് പ്രൊഡക്ട്സിന് പാലിച്ചേ പറ്റത്തുള്ളൂ എന്നാണ് പറയുന്നത്. നമുക്കറിയാമല്ലോ, WHO WTO പോലത്തുള്ള UN-ന്റെ മിക്കവാറുമുള്ള എല്ലാവിധ ഓർഗനൈസേഷൻസിനും അങ്ങനെ ഒരു വലിയ ശക്തമായിട്ടുള്ള നിലപാടുകൾ എടുക്കാൻ പറ്റുന്നില്ല. മനസ്സിലായില്ലേ? അതുകൊണ്ട് തന്നെ ഇത് മാൻഡേറ്ററി ആക്കാൻ പറ്റുന്ന ഒരു കാര്യമല്ല എന്ന് നമുക്ക് ലോജിക്കലി മനസ്സിലാവും അല്ലേ? കാരണം എല്ലാ രാജ്യങ്ങളോടും പറയാം നിങ്ങൾ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് മാത്രമേ നടത്താൻ പറ്റത്തുള്ളൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരുപാട് പേർക്ക് അതനുസരിക്കാൻ പറ്റാതെ വരും. അതുകൊണ്ടത് മാൻഡേറ്ററി ആക്കാനുള്ള ചാൻസ് ഇല്ല എന്ന് നമുക്ക് മനസ്സിലാക്കാം. ഇനി ഒന്ന് ആലോചിച്ച് നോക്കൂ. നമ്മുടെ ഇന്ത്യയും WHO ഒരു മെമ്പർ അല്ലേ? ഈ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് നമ്മളിവിടെ ഉണ്ടെങ്കിൽ നിങ്ങൾ നോക്കൂ, ഓൾ ഫുഡ് ആൻഡ് കോസ്മെറ്റിക് പ്രൊഡക്ട്സ്, നമ്മുടെ ഇവിടെ ഫുഡ് പ്രൊഡക്ട്സ് ഒക്കെ ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസിൽ കൂടെ ആണോ ഉണ്ടാക്കുന്നത് എന്ന് നിങ്ങൾക്ക് തോന്നുന്നുണ്ടോ? ഉണ്ടെങ്കിൽ നമ്മുടെ ഇവിടുത്തെ പല കടകളും അല്ലെങ്കിൽ പല ഫുഡ് ഉണ്ടാക്കുന്ന പല സ്ഥാപനങ്ങളും ഇന്ന് നിലവിലുണ്ടാവത്തില്ലല്ലോ. സോ ആ ഒരു ഒബ്സർവേഷനും വെച്ചിട്ട് എന്ത് പറയാം? ഞാൻ ഇതിനെ റോങ് എന്ന് പറയുന്നു. തേർഡ് സ്റ്റേറ്റ്മെന്റ് നോക്കൂ. WHO GMP standards focus exclusively on the final product testing. Exclusively on the final product testing to eliminate risk rather than on process and management of the manufacturing. അതായത് GMP എന്ന് പറയുന്നത് അതിന്റെ ലാസ്റ്റ് സ്റ്റെപ്പിൽ മാത്രം എടുക്കേണ്ട ഒരു പ്രാക്ടീസ് ആണ് എന്ന് തേർഡ് സ്റ്റേറ്റ്മെന്റ് പറയുന്നു. ഒബ്വിയസ്ലി നമുക്ക് ലോജിക്കലി എന്താണ് ഇത്രയും വിയേർഡായിട്ടൊരു ഓപ്ഷൻ ഇല്ല അല്ലേ? ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് എന്ന് പറയുമ്പോൾ മാനുഫാക്ചറിങ്ങിന്റെ എല്ലാ സ്റ്റെപ്പുകളിലും എന്തായിരിക്കണം? നമ്മൾ എടുക്കുന്ന നടപടികൾ ഗുഡ് ആയിരിക്കണം. അല്ല ലാസ്റ്റ് സ്റ്റേജിൽ മാത്രം പോരല്ലോ. അങ്ങനെ നോക്കുകയാണെങ്കിൽ 2ഉം 3ഉം എലിമിനേറ്റ് ചെയ്യുന്നു. പോട്ടെ, ഞാൻ 3 എലിമിനേറ്റ് ചെയ്താൽ തന്നെ എനിക്ക് 2 പോയി കിട്ടി. അങ്ങനെയാണെങ്കിൽ 2ഉം നമ്മളൊരു എലിമിനേഷൻ വക്കിൽ വെച്ചേക്കല്ലേ, അതും എലിമിനേറ്റ് ചെയ്യുന്നു. സോ ദാറ്റ് മേക്സ് A1 only is right answer. മനസ്സിലായില്ലേ? അപ്പം ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് WHO ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസ് പ്രകാരം എല്ലാവരും ഫുഡ്, കോസ്മെറ്റിക്സ്, ഡ്രഗ്സ്, തെറാപ്യൂട്ടിക് ഗുഡ്സ് ഇങ്ങനത്തെ കാര്യങ്ങളിലെല്ലാം എന്താണ് ഗുഡ് മാനുഫാക്ചറിങ് പ്രാക്ടീസസ് കൊണ്ടുവരണം എന്നാണ് അവർ നിർദ്ദേശിക്കുന്നത്. ഇറ്റ്സ് നോട്ട് മാൻഡേറ്ററി. മനസ്സിലായില്ലേ? മാൻഡേറ്ററി ആയിട്ട് WHO പറഞ്ഞിട്ടില്ല. WHO പറഞ്ഞാൽ പലരും അനുസരിക്കാനും സാധ്യതയില്ല. അതാണ് കാര്യം. അപ്പൊ മാൻഡേറ്ററി അല്ല, പക്ഷെ അവർ നിർദ്ദേശങ്ങൾ നൽകുന്നുണ്ട്. നെക്സ്റ്റ് വേർഡ് നോക്കൂ. ഈ ന്യൂസ് പലരും ശ്രദ്ധിച്ചിട്ടുണ്ടാവില്ല. കാരണം ഇത് ഈ അനേകാന്തവാദയെക്കുറിച്ചുള്ള ഒരു ന്യൂസ് അല്ല, പകരം
മറ്റൊരു ന്യൂസിനകത്ത് പ്രത്യക്ഷപ്പെട്ട കുറച്ച് കാര്യങ്ങളിലുള്ളിൽ ഉള്ള ഒരു കാര്യമാണ് ഈ അനേകാന്തവാദ. അപ്പം ചോദ്യം ബേസിക് ആണ്, UPSC പലതവണ ചോദിച്ചിട്ടുള്ള ചോദ്യത്തിന്റെ പാറ്റേൺ ആണിത്. സോ അനേകാന്തവാദ ഇസ് എ ഫണ്ടമെന്റൽ ഡോക്ട്രീൻ റിലേറ്റഡ് ടു വിച്ച് ഓഫ് ദി ഫോളോയിങ്. ഏതുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതാണ് അനേകാന്തവാദ എന്ന് പറയുന്ന ഫണ്ടമെന്റൽ ഡോക്ട്രീൻ എന്നാണ് ചോദ്യം. ബേസിക്സ് പഠിച്ചിട്ടുള്ളവർക്ക് ഈസിയാണ്. സോ ദ റൈറ്റ് ആൻസർ ഈസ് ജൈനിസം. ജൈനിസവുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള ഒരു ഫിലോസഫിയാണ് എൻ്റെ അനേകാന്തവാദ എന്ന് പറയുന്നത്. അത് എന്താണെന്നും കൂടെ ഒന്ന് ഓർത്തിരിക്കുക. It says that reality is multifaceted and no single viewpoint can capture complete truth. അതായത് ട്രൂത്ത്, സത്യം എന്ന് പറയുന്നതിന് പല വ്യൂ പോയിന്റ്സ് ഉണ്ട്. ഒരാൾ പറയുന്ന ഒരു കാര്യമാണ് സത്യം, അല്ലെങ്കിൽ ഒരു വാദമാണ് സത്യം, ആണ് അനേകാന്തവാദം. ഒരു വാദമാണ് സത്യം എന്നുള്ളത് അംഗീകരിക്കാത്ത ഒരു ഡോക്ട്രീനാണ് എന്ത് അനേകാന്തവാദ എന്ന് പറയുന്നത്. നമ്മൾ പണ്ട് കഥയൊക്കെ കേട്ടിട്ടില്ലേ? അതായത് ബ്ലൈൻഡ് ആയിട്ടുള്ള കുറേ പേരെ ഒരു ആനയെ തൊട്ട് നോക്കുന്നു, എന്നിട്ട് ആനയുടെ ഓരോ ബോഡി പാർട്ടിൽ തൊട്ട് നോക്കിയിട്ട് ഓരോരുത്തരും അതിനെ ഓരോ രീതിയിലാണ് വർണ്ണിക്കുന്നത്. ഒരാൾ ചെവി പിടിച്ചിട്ട് ഇതാണെന്ന് പറയും, ഒരാൾ കാലിൽ പിടിച്ചിട്ട് ഇതാണെന്ന് പറയും, ഒരാൾ തുമ്പിക്കൈയെ പിടിച്ചിട്ട് ഇതാണ്. അപ്പോൾ കണ്ടോ, ഇതിൽ ആര് പറയുന്നതാണ് സത്യം എന്നുള്ളതില്ല. ഓരോരുത്തരുടെയും വ്യൂ പോയിന്റ്സ് ഡിഫറെൻ്റ് ആണ്. അതുകൊണ്ട് തന്നെ ഒരു വ്യൂ പോയിന്റ് വെച്ചിട്ട് ഇതാണ് സത്യം എന്ന് നമുക്ക് പറയാനൊക്കത്തില്ല. ആ വാദത്തിനെയാണ് എന്ത് പറയുന്നത്, അനേകാന്തവാദ എന്ന് പറയുന്നത്. ബേസിക്സ് നിങ്ങൾ ഹിസ്റ്ററി ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും, ആർട്ട് ആൻഡ് കൾച്ചർ ക്ലാസ്സിൽ പഠിക്കുന്നതായിരിക്കും. സോ റൈറ്റ് ആൻസർ ഈസ് ജൈനിസം എന്നത് നിങ്ങൾ ഓർത്തു വെക്കുക. ക്ലിയർ ആയല്ലോ? നെക്സ്റ്റ് വൺ നോക്കൂ. ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് 2025 പ്രിലിംസ് ക്വസ്റ്റ്യൻ പേപ്പർ കണ്ടിട്ടുള്ളവർക്ക് അറിയാം. നമ്മൾ പത്രത്തിൽ ഇത് ശ്രദ്ധിക്കാതെ വിട്ടതിന്റെ പ്രശ്നങ്ങൾ. ക്വസ്റ്റ്യൻ ഇവിടെ ഇങ്ങനെയല്ല. ഓൺ കേസസ് റിലേറ്റഡ് ടു ഹൗ മെനി ഓഫ് ദി ഫോളോയിങ് ഏരിയാസ് ക്യാൻ ദി ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ആക്ട് ഡയറക്ട്ലി. അതായത് ഇവിടെ താഴെ കൊടുത്തിട്ടുള്ള ഏതൊക്കെ കേസുകളുടെ മുകളിലാണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസിന് നേരിട്ട് ഇടപെടാൻ കഴിയുക എന്നാണ് ചോദ്യം. ഡ്രഗ് ട്രാഫിക്കിംഗ്, illicit international trade in wildlife, income tax evasion, evasion of customs duty. അപ്പോൾ എന്താണ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്ന് അറിയാതെ ഒരു മനുഷ്യന് ഇത് ആൻസർ അടിക്കാൻ കുറച്ച് ബുദ്ധിമുട്ടാണ്. മനസ്സിലായില്ലേ? എന്നാലും ഒരു കൈ നോക്കാം. കാരണം ഇതിനകത്ത് ഞാൻ പറയുന്നത് 50-50 എത്തിക്കാൻ നിങ്ങൾ ലോജിക്ക് യൂസ് ചെയ്യുകയാണെങ്കിൽ. കാരണം നോക്കൂ, 1, 2, 4 ഇതിനെല്ലാത്തിനും ഒരു പൊതു സ്വഭാവം ഉണ്ട്. കണ്ടോ, 1, 2, 4 ഇതിനൊരു പൊതു സ്വഭാവവും ഇൻകം ടാക്സ് ഇവേഷന് വേറൊരു സ്വഭാവമാണുള്ളത്. കാരണം എന്താ, ഇൻകം ടാക്സ് ഇവേഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പേഴ്സണുമായിട്ട് മാത്രം റിലേറ്റ് ആവുന്ന കാര്യമാണ്. അതായത് ഒരു പേഴ്സണിൻ്റെ ഇൻകവുമായിട്ട് മാത്രം ബന്ധപ്പെട്ട് വരുന്ന കാര്യങ്ങളാണ്. ഇവിടെ അങ്ങനല്ല. ഇവിടെ ഡ്രഗ് ട്രാഫിക്കിങ്ങിനെ കുറിച്ച് പറയുന്നു, ഇല്ലിസിറ്റ് ഇന്റർനാഷണൽ ട്രേഡ് ഇൻ വൈൽഡ് ലൈഫിനെ കുറിച്ച് പറയുന്നു, ഇവേഷൻ ഓഫ് കസ്റ്റംസ് ഡ്യൂട്ടിയെ കുറിച്ച് പറയുന്നു. അപ്പം 1, 2, 4 ഒരു പൊതു സ്വഭാവം കൊണ്ടുവരുന്നു, 3 ഒരു പൊതു സ്വഭാവം, മറ്റൊരു വ്യത്യസ്ത സ്വഭാവം കൊണ്ടുവരും. സോ ഒന്നുകിൽ only 1 എന്ന ആൻസർ ആവാം, അല്ലെങ്കിൽ only 3 എന്ന ആൻസർ ആവാം. ഇതാണ് ഞാൻ നിങ്ങളോട് പറഞ്ഞത്. പൊതു സ്വഭാവങ്ങൾ ഓപ്ഷനെ നോക്കി പലപ്പോഴും നമുക്ക് 50-50 ചാൻസിലേക്ക് എത്താൻ നോക്കും. ബാക്കിയൊക്കെ നിങ്ങളുടെ കയ്യിലാണ് ഇരിക്കുന്നത്. ഇനി ഇത് കുറച്ചും കൂടെ പത്രം വായിക്കുന്ന ഒരാളെ സംബന്ധിച്ചിടത്തോളം ഇൻകം ടാക്സ് എന്ന് പറയുന്നത് സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസിന് കീഴിലാണ് എന്നുള്ള ഒരു ഐഡിയ ഉണ്ടാവും. ആൻഡ് ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് ഈസ് അണ്ടർ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ്. മനസ്സിലായില്ലേ? സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസിന്റെ കീഴിൽ അണ്ടർ മിനിസ്ട്രി ഓഫ് ഫിനാൻസ് ആണ് എന്ത് DRI എന്ന് പറയുന്നത്. ആൻഡ് ഈസ് ദി അപെക്സ് ആന്റി സ്മഗ്ലിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ. അപ്പോൾ പേരിൽ റവന്യൂ ഇന്റലിജൻസ് എന്നൊക്കെ കിടക്കുമ്പോൾ പലർക്കും ഡൗട്ട് അടിക്കും. സോ DRI, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്ന് പറഞ്ഞാൽ ഇറ്റ് ഈസ് ആൻ ആന്റി സ്മഗ്ലിംഗ് ഏജൻസി ഓഫ് ഇന്ത്യ അണ്ടർ സെൻട്രൽ ബോർഡ് ഓഫ് ഇൻഡയറക്റ്റ് ടാക്സസ് ആൻഡ് കസ്റ്റംസ്. ഇപ്പൊ ഏതാ ഓപ്ഷൻ എന്നുള്ളത് എല്ലാവർക്കും കത്തിയിട്ടുണ്ടാവും അല്ലേ? 1 ഉണ്ട്, 2 ഉണ്ട്, 4 ഉണ്ട്. ദാറ്റ് മീൻസ് only 3. ഈ 3 എണ്ണവും 3 എണ്ണത്തിലെ വരുന്ന കേസുകളും എന്താണ്, DRIക്ക് നേരിട്ട് ഇടപെടാം. ഇൻകം ടാക്സിന്റെ കാര്യത്തിൽ ഞാൻ പറഞ്ഞു സെൻട്രൽ ബോർഡ് ഓഫ് ഡയറക്റ്റ് ടാക്സസ് ഉണ്ട്, അവരായിരിക്കും അതിനകത്ത് ഇടപെടുക. സോ ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് പ്രൈമർലി ആക്ട്സ് അണ്ടർ കസ്റ്റംസ് ആക്ട് 1962. കസ്റ്റംസ് ആക്ട് 1962 വെച്ചിട്ടാണ് പ്രൈമർലി, പ്രധാനമായും എന്ന് വെച്ചാൽ മറ്റേതില്ലെന്നല്ല,
മറ്റു പല ആക്ടുകളും ഉണ്ട്. പ്രധാനമായും അവർ ആക്ട് ചെയ്യുന്നത് കസ്റ്റംസ് ആക്ട് 1962ന്റെ അടിസ്ഥാനത്തിലാണ്. ഇങ്ങനത്തെ ചെറിയ ചെറിയ കാര്യങ്ങൾ നമ്മൾ ശ്രദ്ധയിൽപ്പെടണം. ഈ നിങ്ങൾ ഇങ്ങനെ ഒരു സാധനം പോയി ന്യൂസ് പേപ്പറിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണത്തില്ല, നിങ്ങൾ PIBയിൽ നോക്കിയാൽ നിങ്ങൾക്ക് കാണത്തില്ല. പകരം എന്താണ്, DRIയെ കുറിച്ചിട്ടൊരു ന്യൂസ് എവിടെയെങ്കിലും ഒക്കെ വരും. അതിപ്പോൾ ഡയറക്റ്റ് ഹെഡ്ലൈനിൽ ഉണ്ടാവില്ല, DRI ഇതാണ്, DRI അതാണെന്ന് പറഞ്ഞിട്ട്. എവിടെയെങ്കിലും ഒക്കെ എന്തെങ്കിലും ഡ്രഗ് ട്രാഫിക്കിൻ്റെയോ അല്ലെങ്കിൽ വൈൽഡ് ലൈഫ് ട്രേഡിൻ്റെയോ ഒക്കെ ന്യൂസ് വരുമ്പോൾ അതിനകത്ത് കൊടുത്തിരിക്കും DRI ഇത്ര രൂപയുടെ ഇത് സീസ് ചെയ്തു, ഇത്ര രൂപയുടെ കഞ്ചാവ് സീസ് ചെയ്തു എന്നൊക്കെ പറഞ്ഞിട്ടൊക്കെ വരും. മനസ്സിലായില്ലേ? സീസ് ചെയ്തു കാണുന്നിടത്ത് എന്താ DRI, ഡയറക്ടറേറ്റ് ഓഫ് റവന്യൂ ഇന്റലിജൻസ് എന്നുള്ളൊരു പേരുണ്ടെങ്കിൽ നമ്മളത് പോയിട്ടൊന്ന് ഗൂഗിൾ സെർച്ച് ചെയ്ത് നോക്കും. ഒരു ബേസിക് സെർച്ച് മതി, ഒരു 2 or 3 minutes സെർച്ച് ചെയ്ത് കിട്ടുന്ന റിസൾട്ട് മാത്രം ഒന്ന് വായിച്ചു പഠിച്ചാൽ മതി, ഇതിനുള്ള ഉത്തരം കിട്ടും. ക്ലിയർ ആയല്ലോ? അത് കിട്ടണം. നെക്സ്റ്റ് വൺ നോക്കൂ, ഒരു ഹോട്ട് ടോപ്പിക് ആണ്. വിച്ച് ഓഫ് ദി ഫോളോയിങ് ഓൺലൈൻ ഗെയിംസ് ഇൻവോൾവിംഗ് മണി സ്റ്റേക്സ് ആർ ബാൻഡ് ഇൻ ഇന്ത്യ? അപ്പൊ മണി സ്റ്റേക്കിലുള്ള ഈ പറയുന്നതിലെ ഏതൊക്കെ ഓൺലൈൻ ഗെയിംസിനെയാണ് ഇന്ത്യയിൽ ബാൻ ചെയ്യപ്പെട്ടിരിക്കുന്നത്? ഓൺലൈൻ ലോട്ടറീസ്, കാർഡ് ഗെയിംസ്, ഫാന്റസി സ്പോർട്സ്, ഓൺലൈൻ ബെറ്റിംഗ്. നമുക്കറിയാം എന്തൊക്കെയാണ് നമ്മുടെ കേരളത്തിൽ ഏറ്റവും കൂടുതൽ എന്നാ ആളുകളുടെ ഇടയിലേക്ക് എത്തുകയും ഏറ്റവും കൂടുതൽ അഡ്വർടൈസ്മെന്റ് ഒക്കെ കണ്ടിട്ടുള്ള കാര്യം. നമ്മൾ ഓൺലൈൻ റമ്മി, ഓൺലൈൻ പോക്കർ എന്നൊക്കെ പറഞ്ഞിട്ട് ഇഷ്ടം പോലൊക്കെ കണ്ടിട്ടുണ്ട് അല്ലേ? സോ കാർഡ് ഗെയിംസ് ഉറപ്പായിട്ടും ഇതിനകത്ത് പെടുന്നതുണ്ട്. ഫാന്റസി സ്പോർട്സ് നമ്മൾ കണ്ടിട്ടുണ്ട്. IPLും ഒക്കെ വരുന്ന സമയത്തൊക്കെ ഒരുപാട് ഫാന്റസി ലീഗുകൾ, ഫാന്റസി ലീഗ് ആപ്പുകളൊക്കെ നമ്മുടെ നാട്ടിൽ പ്രചരിക്കുന്നത് നമ്മൾ കണ്ടിട്ടുണ്ട്. ആളുകൾ പൈസ ഇടുന്നു, ടീം ഫോം ചെയ്യുന്നു, അങ്ങനത്തെ കാര്യങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. സോ 2ഉം 3യും ഉണ്ട്. അങ്ങനെയാണെങ്കിൽ CO DO ആയിരിക്കും ആൻസർ. ഉറപ്പായിട്ടും ഓൺലൈൻ ബെറ്റിംഗ് ഉണ്ടാവണ്ടേ? ഓൺലൈൻ ബെറ്റിംഗ് ഉണ്ടാവണ്ടേ? കാരണം കാർഡ് ഗെയിമിനെക്കാളും ഫാന്റസി സ്പോർട്ടിനെക്കാളും ഓൺലൈൻ ബെറ്റിംഗ് എന്ന് പറയുന്നത് അത് മറ്റൊരു തരത്തിലുള്ള ഗ്യാംബ്ലിംഗ് അല്ലേ? ഭീകര ഗ്യാംബ്ലിംഗ് ആണ്. ഇങ്ങനെ ക്യാഷ് വെച്ച് നമ്മൾ മറ്റേ നോർമൽ ബെറ്റിംഗ് ഇല്ലേ, ബെറ്റിംഗ് നമുക്ക് നോർമലി തന്നെ അലൗഡ് അല്ലാത്ത സാധനം, പിന്നെയാണ് ഓൺലൈൻ ബെറ്റിംഗ്. അപ്പോൾ പിന്നെ ഓൺലൈൻ ലോട്ടറിയെ കൂടെ നമുക്ക് ഒഴിച്ചിടാൻ ഒക്കുവോ? ഇല്ല. സോ ഓൺലൈൻ ലോട്ടറി, കാർഡ് ഗെയിം, ഫാന്റസി സ്പോർട്സ്, ഓൺലൈൻ ബെറ്റിംഗ്, ഇതിലൊക്കെ മണി സ്റ്റേക്ക് ഇൻവോൾവ് ആയിട്ടുണ്ടെങ്കിൽ അതെല്ലാം ഇന്ത്യയിൽ ബാൻ ചെയ്തിരിക്കുകയാണ് റൈറ്റ് നൗ. സോ പുതിയൊരു ആക്ട് വന്നിട്ടുണ്ട് നമുക്ക്. അതിനു വേണ്ടിയിട്ട് ആ ആക്ടിനെ കുറിച്ചുള്ള ബേസിക് കാര്യങ്ങൾ നിങ്ങൾ നോക്കി വെക്കണം. ഫ്രം മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂ കൂടെ. മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ അതിനകത്ത് ഒരുപാട് കാര്യങ്ങളുണ്ട്. കാരണം ഇത് കേവലം മണി മാത്രമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ളതല്ല, അതിൻ്റെ സൈക്കോളജിക്കൽ സൈഡുണ്ട്, മനസ്സിലായില്ലേ? എക്കണോമിയുടെ സൈഡുണ്ട്, ഫാമിലി പരമായിട്ടുള്ള സൈഡിലുണ്ട്. അങ്ങനെ ഡിഫറെൻറ്റ് പേഴ്സ്പെക്റ്റീവ്സ്, ഡിഫറെൻറ്റ് ഡയമെൻഷൻസ് ഉള്ള ഒരു ആക്റ്റാണ് ഇപ്പം കൊണ്ടുവന്നിരിക്കുന്നത്. സോ അതുകൊണ്ടാണ് പറഞ്ഞത് അതിൻ്റെ മെയിൻസ് പോയിന്റ് ഓഫ് വ്യൂവിൽ നിങ്ങൾ ശ്രദ്ധിച്ചു വെക്കണം. ആൻഡ് WHO has classified gaming disorder as a health condition. അപ്പൊ ഗെയിമിംഗ് ഡിസോർഡർ എന്ന് പറയുന്ന ഒരു സ്പെസിഫിക് ഹെൽത്ത് കണ്ടീഷനായിട്ട് അല്ലെങ്കിൽ ഒരു ഡിസീസ് ആയിട്ട് വേൾഡ് ഹെൽത്ത് ഓർഗനൈസേഷൻ ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട് എന്നുള്ളതും നിങ്ങൾ അറിഞ്ഞിരിക്കുക. ആൻഡ് ഇത് കൂടാതെ ഈ ഓപ്ഷനകത്ത് സ്പോർട്സ് ഉണ്ടായിരുന്നെങ്കിൽ, സ്പോർട്സ് എന്ന് പറയുന്ന കാര്യം, അതായത് ഇലക്ട്രോണിക് സ്പോർട്സ്, ഓൺലൈൻ ഗെയിംസ്, നമ്മൾ ഓൺലൈൻ മണി ഗെയിംസ് ആണ് ബാൻ ചെയ്തിരിക്കുന്നത്. നിങ്ങൾ അത് ശ്രദ്ധിക്കണം. ഓൺലൈൻ ഗെയിംസ് അല്ല ബാൻ ചെയ്തിരിക്കുന്നത്, ഓൺലൈൻ മണി ഗെയിംസ് ആണ്. അത് മണി സ്റ്റേക്ക് വെച്ചിട്ടുള്ള, പൈസ വെച്ചിട്ടുള്ള ഗെയിമുകളാണ് ബാൻ ചെയ്തിരിക്കുന്നത്. ഓൺലൈൻ ഗെയിംസ് ഇന്ത്യയിലുണ്ട്. അപ്പൊ അതിനകത്ത് തന്നെ ഏറ്റവും ഇമ്പോർട്ടൻറ്റ് പോയിന്റ് ഉള്ളത് സ്പോർട്സിനെ ലെജിറ്റിമേറ്റ് കോമ്പറ്റേറ്റീവ് സ്പോർട്ടായിട്ട് നമ്മുടെ ഈ ആക്ട് റെക്കഗ്നൈസ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ് വലിയൊരു കാര്യം. കാരണം സ്പോർട്സിന് വലിയൊരു മാർക്കറ്റ് ലോകത്തുണ്ട്. ഇന്ത്യയിൽ തന്നെ വലിയൊരു മാർക്കറ്റ് ഉണ്ട്. ഇന്ത്യ അതിനകത്തൊരു ലീഡിങ് പ്ലെയർ ആണ് സ്പോർട്സ് മാർക്കറ്റിൽ. സോ സ്പോർട്സിനെ റെക്കഗ്നൈസ് ചെയ്തിരിക്കുന്നു സർക്കാർ. അത് വലിയൊരു കാര്യമാണ്. സോ ന്യൂസ് വരുമ്പോൾ ഞാൻ പറഞ്ഞല്ലോ, മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് പഠിക്കുക, പ്രിലിംസ് കണ്ടന്റ് എങ്ങനെ അതിനകത്ത് അടർത്തിയെടുക്കുക എന്നുള്ളത് ഈ ലീപ്പ് സീരീസിൽ കൂടെ നിങ്ങൾക്ക് മനസ്സിലാവുന്നുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുന്നു.